ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്ക് വിനായക ചതുർത്ഥിക്ക് ഗണേശനെ ഒന്ന് ഒരുക്കാം. അപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് ഒരു സ്റ്റോളാണ്. ഇതെനിക്ക് ഗിഫ്റ്റഡ് ആണ്. അതായത് എനിക്ക് എൻ്റെ ഡാഡിയുടെ സിസ്റ്റർ ശോഭിച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തൊരു സ്റ്റോളാണ്. ഇത് ഷോളല്ല, ദുപ്പട്ടയൊന്നുമല്ല, ഇത് സ്റ്റോളാണ്. അപ്പോൾ ഇത് ഒരു 2 മീറ്ററൊക്കെ കാണുള്ളൂ. അപ്പം ഈ ഗണേശനാണെങ്കിൽ കുഞ്ഞു ഗണേശനായതുകൊണ്ട് അത്രയും വലിയ ഒരു സ്റ്റോൾ വേണ്ട. പിന്നെ ഇത് ഫ്രഷാണ്, ഞാൻ ഇട്ടിട്ടുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അലക്കി പക്ഷേ ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ വെച്ചിത് നമുക്ക് കീറിയെടുക്കുന്നത് പിന്നെ അത് യൂസ് ഇല്ലാതെ ആവുമല്ലോ. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തു. അതായത് ഒരു ചെറിയ ലെങ്ത്തിൽ ഇങ്ങനെ ഇട്ടു ഗണേശൻ്റെ മേത്ത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ കൂടെയും അതേപോലെ തന്നെ ചെറിയ ലെങ്ത്തിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അത് അവസാനം ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ജസ്റ്റ് ഒന്ന് രണ്ടും ഒരേ ലെവലിൽ ഇട്ട് വെച്ചു. ഇനി ഞാനൊരു ത്രെഡ് എടുത്തിട്ട് ബാക്കിൽ അത്രയും നീളത്തിൽ ബാക്കിൽ കിടക്കുകയാണ്, അവിടെ ഒന്ന് കെട്ടി വയ്ക്കും. ജസ്റ്റ് എനിക്ക് വേണ്ടത്ര, എനിക്കിപ്പോൾ ഇത്രയും മതി ലെങ്ത്ത്. പക്ഷേ ഇത് മുറിക്കുകയുമില്ല ഞാൻ. എനിക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ട് മുറിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിലൊരു ത്രെഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തു. ഇല്ലെങ്കിൽ അത് ഇളകി ഇങ്ങോട്ട് മുമ്പിലോട്ട് പോരും, അങ്ങനെ ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. സാധാരണ കെട്ടുന്ന മാതിരി കെട്ടുകയാണ് ചെയ്യണേ. ഇപ്പം ഇതിന് ടൈറ്റായിട്ട് ഇരുന്നോളും, ഇത് ഊരി പോരത്തില്ല, പുറകോട്ട് വീഴത്തുമില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത്. നമുക്ക് ആ ബാക്കി ത്രെഡ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കൊന്ന് നീറ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഭംഗിയിൽ വെച്ച് കൊടുക്കാം. സൈഡിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കൊടുക്കാം. ഒരു കസവ് കാണുന്ന രീതിയിൽ നമുക്കത് ശരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഗണേശനെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇതും ഇപ്പോൾ പൊട്ടുമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതും ഇയറിങ് തന്നെയാണ്. അതിൻ്റെ ആ ബാക്കിലെ ആ ഇതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നതാണ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ വളയമാതിരി ഇരിക്കുന്നത് ഗോഡസിനൊക്കെ ഉള്ള നമ്മുടെ മോതിരമാണ്. അതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുക്കും. മോതിരമായിട്ടും ഇടാം, അല്ലാതെ ഇങ്ങനെയും എടുക്കാം. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും എടുക്കാം. അതുപോലെ തന്നെ ഗണേശൻ്റെ മാലയും കൂടെ ഇട്ടു. ഇതും ഒരു ഇയറിങ് തന്നെയാണ്, ബാക്ക് പൊട്ടിപ്പോയ ഒരു ഇയറിങ് ആണ്. അതും ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പം അതേ ഗണേശൻ നല്ല ഭംഗിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കി ഡെക്കറേഷനൊക്കെ പിന്നീട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.